വീട്ടിൽ കയറി വന്ന് രമയോട് സംസാരിക്കണമെങ്കിൽ ചെറിയ പോസ്റ്റിലായിരിക്കില്ല നേഹയുള്ളത്. അങ്ങനെ ഞാൻ അറിയാതെ ഒരു പോസ്റ്റിങ്ങും ഞങ്ങളുടെ ഒരു കമ്പനിയിലും നടക്കില്ല. അതുകൊണ്ട് നേഹയുടെ ഡ്യൂട്ടി എന്താണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. മാഡത്തിന്റെ മരുമകള് പഠിച്ച കള്ളിയ. സ്കൂളിലെയും കോളേജിലെയും എന്തിന് മാഡത്തിന്റെ അക്കാഡമിയിൽ വരെ ഒരു രേഖ പോലും ബാക്കി വെച്ചിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോ ആകെ അറിഞ്ഞത് ഐശ്വര്യയുടെ സ്ഥലം ഇലവദേശത്താണെന്ന് മാത്രമാ. കൊട്ടാരത്തിലെ ആണോ എന്നുകൂടി ഒന്നുകൂടി അന്വേഷിക്കണം. അതിന് കൊട്ടാരത്തിലെ എല്ലാരും കൂടുള്ളൊരു ഫോട്ടോയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കിട്ടിയാൽ മതിയാവും. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഇലവദേശം കൊട്ടാരത്തിലെ നേരിട്ട് പറയാൻ പറ്റുന്ന ഒരു ബന്ധവും മാഡത്തിന്റെ മരുമകൾക്കില്ല. അത് ഉറപ്പാണ്. സർ, എലിസബത്തിന് പകരം വേറൊരു മാനേജറെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വേണം. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം കൊടുത്ത് ഇന്റർവ്യൂ വെക്കാം. അതിന്റെ ആവശ്യമില്ല സാർ, ഞാൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ചോളാം. എങ്കിൽ തന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷെ ആര് വന്നാലും കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ആളായിരിക്കണം. ഞാനിപ്പോ പഴയ പോലല്ല, കമ്പനിയുടെ കാര്യത്തിലും ജീവിതത്തിലും ഒക്കെ ഏറെ സീരിയസ് ആവാൻ തീരുമാനിച്ചു. അതൊരു നല്ല കാര്യോ സാർ. ഞാൻ പറഞ്ഞില്ലേ, സാറ് സീരിയസ് ആയാലേ വീട്ടിലും ഇവിടെയൊക്കെ സാറിന് ഒരു വില ഉണ്ടാവൂ. ഇത്രയും മാസത്തെയുള്ള നമുക്ക് കുറച്ച് ജാടയൊക്കെ കാണിക്കാം. എല്ലാവരുടെയും മുന്നിൽ താഴ്ന്നു കൊടുത്താലേ എല്ലാവരും നമ്മുടെ മണ്ടയിൽ കയറും. അതെ ഐശ്വര്യ, താൻ പറയുന്നതാ ശരി. അത് ഒന്നുകൂടി നല്ലതുപോലെ അന്വേഷിക്കണം. ഉറപ്പായി മാഡം. ഐശ്വര്യയെക്കുറിച്ചുള്ള കൂടുതൽ രേഖകളുമായി ഞാൻ ഉടനെ മാഡത്തിനെ വന്ന് കാണാം. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ എല്ലാ വിവരങ്ങളും ഞാൻ മാഡത്തിന് കൈമാറാം. ഉടനെ അത് വേണം. എത്രയും വേഗം കണ്ടുപിടിച്ച് വന്നാൽ പറഞ്ഞതിലും കൂടുതൽ കാശ് ഞാൻ തരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഡം. ശരി. ഇത്രയും ചെയ്തതിന്റെ ശമ്പളം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. താങ്ക് യു മാഡം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മാഡത്തിന് വിഷമമൊന്നും തോന്നരുത്. നേഹ പറഞ്ഞോളൂ. ഞാൻ പല രീതിയിലുള്ള കേസുകളും അന്വേഷിച്ച് തെളിയിച്ചിട്ടുണ്ട്. പല ക്രിമിനലുകളെയും കണ്ടിട്ടുമുണ്ട്. പക്ഷേ മാഡത്തിന്റെ മരുമകളെ പോലെ ഇത്രയും ഫ്രോഡായ ഒരു ക്രിമിനലിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹലോ, പേരെന്താന്നാ പറഞ്ഞേ? നേഹ. നേഹ എന്തിനാ രമയെ കാണാൻ വന്നത്? മാഡത്തിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നേരത്തെ രമ പറഞ്ഞു പുതിയ സ്റ്റാഫാണെന്ന്. ഏത് കമ്പനിയിൽ, ഏത് പോസ്റ്റിൽ, എന്ത് ജോലി? ഞാൻ നേഹയോടൊരു കാര്യം പറയാം. ഞാൻ രമയുടെ ഭർത്താവാണെന്ന് നേരത്തെ രമ പറഞ്ഞല്ലോ. ഇപ്പോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നേഹ ഉത്തരം പറഞ്ഞില്ലെങ്കിലും രമ അത് എന്നോട് പറയും. അപ്പൊ ഞാനത് അറിയുകയും ചെയ്യും. പിന്നെ ഇതിനിടയ്ക്ക് നേഹ വെറുതെ കള്ളം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും ഞങ്ങളുടെ ഒരു കമ്പനിയിലെയും സ്റ്റാഫ് അല്ലെന്ന് എനിക്കറിയാം. കാരണം വീട്ടിൽ കയറി വന്ന് രമയോട് സംസാരിക്കണമെങ്കിൽ ചെറിയ പോസ്റ്റിലായിരിക്കില്ല നേഹയുള്ളത്. അങ്ങനെ ഞാൻ അറിയാതെ ഒരു പോസ്റ്റിങ്ങും
ഞങ്ങളുടെ ഒരു കമ്പനിയിലും നടക്കില്ല. അതുകൊണ്ട് നേഹയുടെ ഡ്യൂട്ടി എന്താണെന്ന് മര്യാദയ്ക്ക് പറ. പറഞ്ഞില്ലെങ്കിൽ വേണ്ട. രമയോട് പറഞ്ഞ് നേഹയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം. സർ, ആ സാറുവിളിയുടെ അർത്ഥം ഞാൻ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയാമെന്നല്ലേ? ആ, നേഹ ധൈര്യമായിട്ട് പറഞ്ഞോ. നേഹയ്ക്ക് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. മാഡം ആരോടും പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാ സർ ആദ്യം ചോദിച്ചപ്പോ ഞാൻ ഒന്നും മിണ്ടാത്തത്. ആ, അതൊന്നും കാര്യാക്കണ്ട. പിന്നെ ഈ ജാടയൊക്കെ ഉണ്ടെങ്കിലും ആളൊരു മന്ദബുദ്ധിയാ. എന്തിനാണ് നേഹയ്ക്ക് ശമ്പളം തന്നു നിർത്തിക്കുന്നതെന്ന് അറിയണ്ടേ? അതുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ. കാര്യം ഞാൻ പറയാം സർ. പക്ഷേ അത് സർ ആരോടും പറയില്ലെന്നൊരു ഉറപ്പ് എനിക്ക് തരണം. ദേ, ആ വാക്ക് എപ്പോഴേ നേഹയ്ക്ക് തന്നു കഴിഞ്ഞു. ദേ, നേഹ കാര്യം പറ. സർ, അത് വേറൊന്നുമല്ല. ഞാനൊരു CID ഓഫീസിൽ വർക്ക് ചെയ്യുവാണ്. രമ മാഡത്തിന് മരുമകളായ ഐശ്വര്യയെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയങ്ങൾ? ഐശ്വര്യ രാജകുടുംബത്തിലെ ആളാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ വന്ന് കയറിയത്. പിന്നെ അനാഥയാണെന്നും പറഞ്ഞു. അതിന് മാഡത്തിനൊരു ക്ലാരിറ്റി വേണമെന്ന് എന്നോട് പറഞ്ഞു. ആ അന്വേഷണത്തിലാണ് ഞാൻ. സർ, പേഴ്സണലായിട്ട് എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല ഈ കേസിൽ. എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ആ, മനസ്സിലായി. ആ, നേഹ വയ്ക്കൂ. ആ, ദേ, ഞാൻ കാരണം നേഹയ്ക്ക് ഒരു കുഴപ്പവും വരില്ല, ഉറപ്പാ. താങ്ക് യു സർ. സർ, ആ. ആ. ഈ ഡീറ്റെയിൽസ് ഇതുവരെ അയച്ചില്ലായിരുന്നോ? ഇല്ല സർ, ഇതിപ്പോഴാ കംപ്ലീറ്റ് ആയത്. അതെന്താ അങ്ങനെ? ഇന്നലെ അയക്കേണ്ട ഫയലായിരുന്നല്ലോ. അതെ സർ, ഇന്നലെ സാറിന്റെ സൈൻ കിട്ടിയില്ല. അതാ ഇന്ന് അയക്കാന്ന് കരുതിയത്. എന്റെ സൈൻ കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു മെയിൽ അയച്ചിട്ട് വിളിച്ചു പറഞ്ഞ പോരായിരുന്നോ? ഡീറ്റെയിൽസ് അയക്കാൻ എന്തിനാ ലേറ്റ് ആക്കുന്നത്? ദേ, ഞാനൊരു കാര്യം പറയാം. ഇനി മുതൽ അങ്ങോട്ട് കൃത്യമായി എല്ലാവരും അവരവരുടെ ജോലി ചെയ്യണം. ശരി സർ. ചെയ്യാത്തവർക്ക് പണിഷ്മെന്റ് തരും ഞാൻ. ഈ ഫയല് ഇവിടെ ഇരിക്കട്ടെ, താമ്പോയ്ക്കോ. ഓക്കെ സർ. ഇങ്ങനെ ആവണം സർ. ആരോടും ഒരു തരത്തിലുള്ള അനുകമ്പയുടെയും ആവശ്യമില്ല. എല്ലാവരും ശമ്പളത്തിനല്ല ജോലി ചെയ്യുന്നത്. അപ്പൊ അവര് അവരുടെ ജോലി ചെയ്യട്ടെ. സാറ് സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന ഈ കമ്പനി ഇനിയും വളരുകയേ ചെയ്യൂ. അത് തന്നെയാ എന്റെ തീരുമാനം.